عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, AI യുഗം ആശകളും ആശങ്കകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് വഴിതെളിയിക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം AI ചുലത്തുന്ന സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും AI സാന്നിധ്യം വളരെ വേഗത്തിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചുരുങ്ങിയ പ്രശ്നമല്ല AI എന്ന് പറയുന്നത്. AI കൂടെ കുറേ ഗുണദോഷ വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ജനറേറ്റ് ചെയ്തിറക്കിയ ഗൂഗിളിൻ്റെ ChatGPT, അതുപോലെ ജിമിനി, മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, അതുപോലെ ഡാനി തുടങ്ങിയ ഒരുപാട് AI സന്തതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാനുള്ള കഴിവാണ് AI അത്ഭുതപ്പെടുത്തുന്നത്. നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഓരോ നിമിഷങ്ങളിലും വിത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് പറഞ്ഞു തരാൻ AI സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും സംശയങ്ങൾ തീർക്കാനുമെല്ലാം AI വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ വാഹന അപകടങ്ങൾ ഒരുപാട് കാണുന്ന സാഹചര്യമാണ്. എന്നാൽ ഒരു ഡ്രൈവറുടെ സഹായം പോലും ഇല്ലാതെ സ്വന്തമായി വാഹനം ഓടിച്ച് തന്നെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഓട്ടോണമസ് കാറുകൾ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം AI സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇടക്കാലത്ത് അപ്ഡേറ്റ് ചെയ്ത IBM വാട്സൺ എന്ന് പറയുന്ന ഒരു മെഷീൻ, അത് നമ്മൾ മെഡിക്കൽ സെൻ്ററുകളിൽ ചെന്ന് ഒരുപാട് സമയങ്ങൾ നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നതിന് പകരം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ടുകൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള AI പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അത് വരും ഭാവിയിൽ നമ്മളെ വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് ഗുണങ്ങൾ നമുക്കിതിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എങ്കിലും ഭാവിയിൽ ഈ AI വളർച്ച നമ്മളെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ഈ AI പിതാവ് എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിറ്റൻ, അദ്ദേഹം ഗൂഗിളിൽ 10 വർഷക്കാലം ജോലി ചെയ്ത് വിരമിച്ച ഒരാളാണ്. അതിൽ നിന്ന് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ AI വേണ്ടി ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ AI വളർച്ച എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മാനവരാശിക്ക് തന്നെ വളരെ ഭീഷണിയാകുന്ന രീതിയിലാണ് AI വളർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ AI വളർന്നു വലുതായി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലില്ലായ്മ വളരെയധികം നേരിടേണ്ടി വരും. നമ്മുടെ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ഒരു ഹോട്ടലിൽ സർവേ ചെയ്യാൻ വരെ AI സന്തതികളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഏത് മേഖലകളായാലും വിദ്യാഭ്യാസ മേഖലകളിലും ടീച്ചർമാർക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ ഒരു AI അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡാറ്റകളെല്ലാം ആ AI നിയന്ത്രിക്കുന്ന ആളുടെ കൈകളിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ പ്രൈവസി അതൊരു മറ്റൊരാളുടെ കൈകളിലാവുകയും അയാളിൽ നിന്ന് നമ്മുടെ പ്രൈവസി നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. AI ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചും അതിൻ്റെ ദോഷഫലങ്ങൾ കണ്ടറിഞ്ഞും അതിനെ ഉപയോഗിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.